ഹലോ ഗൈസ്. അപ്പോൾ ആരും എന്നെ കണ്ട് പേടിക്കൊന്നും വേണ്ട. രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് ചായ കുടിച്ചിരിക്കുന്നതാണ്. ഒരു കോലമാണ്. അപ്പോൾ എന്താ ഞാൻ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. അതായത് നമ്മുടെ ലോട്ടസിൻ്റെ ഒരു ഫേസ് ക്രീമാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാങ്ങിയിട്ട് ഞാനൊരു 1 മന്ത് കൂടുതലായി. ഞാൻ വേറെന്തോ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ഷോപ്പിൽ കയറിയതാണ്. പക്ഷേ അപ്പോഴാണ് അവർ ഈ ലോട്ടസിൻ്റെ കമ്പനിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത് തേച്ച് കഴിഞ്ഞാൽ മുഖം നല്ല ഡാർക്ക് സർക്കിളും മറ്റേ ഡാർക്ക് സ്പോട്ടും എല്ലാം പോയി നല്ല സ്കിന്നൊക്കെ ഭയങ്കര സ്മൂത്താവും, സ്കിൻ നല്ല ബ്രൈറ്റൻ ആവും എന്നൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് കണ്ണിൻ്റെ ഇവിടെയൊക്കെ ഒരു ചുളിവൊക്കെ വന്നിട്ടുണ്ട്. അത് സ്കിൻ നമ്മൾ ശ്രദ്ധിക്കാത്തതിൻ്റെയും പിന്നെ പ്രായം കൂടി വരികയൊക്കെ ആണല്ലോ, അതിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ അവർ പറഞ്ഞു ഇതിനൊക്കെ പറ്റിയ അടിപൊളി സൊല്യൂഷനുള്ള ഒരു സംഭവമാണ് ലോട്ടസിൻ്റെ ഈ ഫേസ് ക്രീം എന്ന് പറഞ്ഞു. പിന്നെ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നൈറ്റ്, ഡേ, ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഈ സംഭവം. അപ്പോൾ ഇത് ഡെയിലി യൂസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. ഡെയിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3 ടൈംസ് ഇവരെപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത്. എനിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല റേറ്റും ഉണ്ട്. അത്യാവശ്യം ഒരു ഇതിന് എത്ര 10-400 സംതിങ് അങ്ങനത്തെ റേറ്റ് ഉണ്ട് ഇതിന്. എനിക്ക് ഓർമ്മയില്ല ഞാൻ എത്ര കൊടുത്തു. ഞാൻ പറഞ്ഞുതരാം. 495 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അങ്ങനെ ഞാനത് വാങ്ങി ഒരു മാസം, അതായത് 4 ആഴ്ചയിൽ കൂടുതലായി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ എൻ്റെ അതേ സ്കിന്ന് അതേപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നാണ് സങ്കടകരമായ ഒരു കാര്യം. കാരണം ഇതവർ പറയുന്ന ഒരു ഹൈപ്പോ ആ ഒരു സംഭവം ഒന്നും എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. ഇതിപ്പോൾ ഞാൻ ഉപയോഗിച്ചൊരു ഇതാണല്ലോ കഴിയാറായി. ഇത് ഫുള്ളായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇത് ഇത്രയ്ക്ക് ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതുകൊണ്ട് വലിയ യൂസൊന്നും ഇല്ല. എനിക്കൊരു പറയണ പോലെ സ്കിന്നിന് ഞാൻ ഉദ്ദേശിച്ചത് അവർ പറഞ്ഞ പോലത്തെ ഒരു സംഭവമൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ഇതിൽ. കണ്ടില്ലേ? എന്നാലും പിന്നെ വാങ്ങിയതല്ലേ, ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ ഡെയിലി ഇത് പിന്നെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തേക്കുമ്പോൾ നമുക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസിലിടുന്ന സമയത്ത് നമുക്കൊരു മോയ്സ്ചറൈസറൊക്കെ ഇട്ടൊരു ഫീലാണ് ഇതിൽ. അല്ലാണ്ട് ഇതിൽ വേറെ ഈ പറയണ പോലെ എൻ്റെ ഡാർക്ക് സ്പോട്ടും ഇതൊന്നും പോയിട്ടൊന്നുമില്ല. അതൊക്കെ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. എന്നെ ഇഷ്ടമായിട്ട് പോകാത്തതാണോ, ഇനി ഇതുകൊണ്ടൊരു ഗുണമില്ലാത്തതുകൊണ്ട് പോകാത്തതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും വാങ്ങിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്ത് ഞാൻ മനസ്സംതൃപ്തി അടയുന്നു എന്ന് മാത്രം. വേറൊരു ഗുണവും ഇല്ല ഗൈസ്. ഇനി എൻ്റെ സ്കിന്നിൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും പിന്നെ അവർ പറയണ്ടേ, ഇത് അവർ പറഞ്ഞ എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ സാധനമാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ് പറ്റിച്ചാണ് എനിക്ക് ഈ സാധനം തന്നത്. എന്തായാലും കാശ് പോയില്ലേ. അതുകൊണ്ട് ഡെയിലി ഞാനൊരു മോയ്സ്ചറൈസറിൻ്റെ കൂട്ടത്ത് ഞാനിത് കൂട്ടി ഡെയിലി ഒരു സമാധാനത്തിന് ഇടുന്നു എന്ന് മാത്രം. വേറെ ഒരു പ്രത്യേക യൂസും എനിക്കിതൊന്നും കിട്ടിയിട്ടില്ല. സോറി ലോട്ടസ് കമ്പനി, നിങ്ങൾ എന്നെ 495 രൂപ പറഞ്ഞ് പറ്റിച്ച്. എനിക്ക് സങ്കടമൊക്കെ ഉണ്ട്. കാരണം നമ്മൾ പൈസ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം ഇതിന്ന് തരായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെയായിരുന്നു വേറെ ഒരു കമ്പനിയുടെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതുപോലെ തന്നെ ഫ്ലോപ്പായിരുന്നു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല. അതിപ്പോഴും എൻ്റെ യൂസ് ചെയ്യാണ്ടിരിക്കുന്നുണ്ട്. അത് കാറിലിരിക്കാൻ ഞാൻ ഇവിടെ ഇല്ല, റൂമിലില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം കാണിക്കുന്നില്ല. അപ്പം അങ്ങനെയാണ് ഈ സംഭവം. ഈ ഒരു വിഷമം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രാവിലെ വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ഗുഡ് മോർണിംഗ്.